ിലേക്ക് തെരുവുനായ പ്രശ്നത്തിൽ രൂക്ഷ പരിഹാസവുമായി സുപ്രീം കോടതി. പൊതുസ്ഥലങ്ങളിൽ നിന്നും പിടികൂടുന്ന നായകളെ അവിടെ തന്നെ വീണ്ടും തുറന്നുവിട്ടാൽ എങ്ങനെ തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് സുപ്രീം കോടതി ഇന്ന് ചോദിച്ചത്. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്ന് മൃഗസ്നേഹികൾക്ക് കോടതിയുടെ പരിഹാസം. അക്രമകാരികളായ നായ്ക്കളെ കൊന്നുകളയാൻ ഉത്തരവിടണമെന്ന് നായയുടെ കടിയേറ്റ് മരിച്ച പത്തനംതിട്ട സ്വദേശി അഭിരാമിയുടെ അമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, നേരത്തെയും ഈ വിഷയം കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതീവ ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ കോടതി നോക്കിക്കണ്ടിട്ടുള്ളത്. സംസ്ഥാനങ്ങൾക്ക് പലതവണ വിമർശനമേൽക്കേണ്ടി വരുന്നത് നമ്മൾ കണ്ടതാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇന്ന് കോടതിയിൽ കണ്ടതെന്താണ്? പരിഹാസത്തിന്റെ ഭാഷയടക്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ വിമർശനം. അച്യുതൻ. റിജിത്ത്, തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ച കേസിലായിരുന്നു ഇന്ന് ഈ വാദം നടന്നത്. ആദ്യം ഈ തെരുവുനായ ആക്രമണത്തിൽ ഇരയായവരുടെ വാദം സുപ്രീം കോടതി കേട്ടു. അവർ ആവശ്യപ്പെട്ടത് ഈ പൊതുവിടങ്ങളിൽ നിന്നെല്ലാം തെരുവുനായകളെ ഒഴിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കണം, അതിന് കർശനമായിട്ടുള്ള നടപടികൾ വേണം എന്നൊരു ആവശ്യം മുൻപോട്ട് വച്ചു. പത്തനംതിട്ടയിൽ തെരുവുനായ ആക്രമണത്തിൽ മരിച്ച അഭിരാമിയുടെ അമ്മയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതും ഈ അക്രമകാരികളായിട്ടുള്ള നായകളെ കൊന്നുകളയാൻ ഉത്തരവിടണം എന്ന തരത്തിലായിരുന്നു വാദം ഉന്നയിച്ചത്. അതിനുശേഷമാണ് ഈ നായസ്നേഹികൾ വാദം ആരംഭിച്ചത്. അതിൽ കപിൽ സിബൽ നായസ്നേഹികൾക്ക് വേണ്ടി ഹാജരായി. അദ്ദേഹം പറഞ്ഞത് ഈ ഷെൽട്ടറിൽ അടച്ചതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. കാരണം ഒരുപാട് എണ്ണം നായകളാണ് ഈ രാജ്യത്ത് പലയിടങ്ങളിലായി ഉള്ളത്. അതിനെ ഷെൽട്ടറിൽ പാർപ്പിക്കുന്നതിന് തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരെ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു പ്രായോഗികമല്ല എന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഒപ്പം തന്നെ CSVR മാതൃക അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കി ഇതിന്റെ നായകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് കപിൽ സിബൽ പറഞ്ഞു. ആ ഘട്ടത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ കടി കിട്ടാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി അവശേഷിക്കുന്ന ഏക മാർഗം എന്ന് സുപ്രീം കോടതി പരിഹാസ രൂപേണ പറയുകയുണ്ടായി. നായയുടെ ആക്രമണം മാത്രമല്ല, മറിച്ച് ഇത് ഉണ്ടാക്കുന്ന അപകടങ്ങൾ, റോഡിലേക്ക് എടുത്തു ചാടി വാഹനങ്ങൾ നായകളെ ഇടിച്ച് അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആശങ്കയായി നിലനിൽക്കുന്നു. 20 ദിവസത്തിനിടെ 2 ഹൈക്കോടതി ജഡ്ജിമാർക്ക് തെരുവുനായ ഇത്തരത്തിൽ അപകടം ഉണ്ടായത് മൂലം പരിക്കേറ്റു. അതിൽ ഒരു ജഡ്ജിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി നിരീക്ഷിക്കുകയുമുണ്ടായി. വർക്കലയിലെ തെരുവുനായ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു. എന്തായാലും നിലവിൽ ഇന്നത്തേക്ക് വാദം പൂർത്തിയായി. നാളെ 10:30 ഈ വിഷയത്തിൽ വീണ്ടും വാദം കേൾക്കുമെന്നാണ് ഇന്ന് കോടതി അറിയിച്ചിരിക്കുന്നത്. റിജിത്ത്, അച്യുതൻ, ഈ പ്രശ്നത്തിലൊരു പരിഹാരം കാണണം എന്ന നിലപാട് കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവത്തോടുകൂടി ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം നമുക്ക് നേരിട്ടറിയാം. ദിനംപ്രതി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഈ തെരുവുനായ പേടിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന കാഴ്ചകൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഡൽഹിയിലെ സാഹചര്യവും വ്യത്യസ്തമല്ല. കോടതി അല്പം കൂടി ഡൽഹിയിലെ സാഹചര്യത്തെയൊക്കെ നോക്കിക്കാണുന്നത്, അല്പം കൂടി കടന്ന് ഡൽഹിയിലെ സാഹചര്യത്തെയൊക്കെ നോക്കിക്കാണുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതിന് ഒരു പരിഹാരമുണ്ടാകുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് കോടതിയെ ചൊടിപ്പിക്കുന്നുണ്ടോ അച്യുതൻ? റിജിത്ത്, ആ വശങ്ങൾ തന്നെയാണ് ഇന്ന് കോടതി പരിശോധിക്കുന്നത്. അതായത് ഈ തെരുവ് നായകളെ പൊതു ഇടങ്ങളിൽ നിന്ന് മാറ്റണം എന്നതായിരുന്നു കോടതി ഇതിനു മുൻപ് പുറപ്പെടുവിച്ച ഉത്തരവ്. അവിടെ തെരുവ് നായകൾ പൊതുവിടങ്ങളിലേക്ക്, പൊതുസ്ഥലങ്ങളിലേക്ക് കയറാതിരിക്കുവാൻ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടേക്ക് ഈ നായകളെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരണം നടത്തിയ ശേഷം വീണ്ടും അവിടേക്ക് തന്നെ തുറന്നു വിട്ടാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമെന്നും ഇന്ന് സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി. കാരണം വീണ്ടും ഈ തെരുവ് നായകൾ അവിടെ തന്നെ തുടരും. അപ്പോൾ ഇതിൽ എന്താണ് ഒരു പോംവഴി എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിശോധിക്കുന്നത്. എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളും, ഇതിൽ ഇന്ന് 4 സംസ്ഥാനങ്ങൾ ഇതിൽ സത്യവാങ്മൂലം നൽകിയിട്ടില്ലായിരുന്നു. കർണാടക, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, പഞ്ചാബ് 4 സംസ്ഥാനങ്ങൾ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ല. അമിക്കസ് ക്യൂറി പറഞ്ഞത് പല സംസ്ഥാനങ്ങളുടെ സത്യവാങ്മൂലം കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ളതല്ല എന്ന് അമിക്കസ് ക്യൂറി കോടതിയെ അറിയിക്കുകയുമുണ്ടായി. എന്തായാലും ഇതിൽ കൃത്യമായ വാദം കേട്ട ശേഷമായിരിക്കും ഇനിയൊരു ഉത്തരവ് ഈ വിഷയത്തിൽ സുപ്രീം കോടതി സ്വീകരിക്കുക. അത് ഏത് തരത്തിൽ പൊതുവിടങ്ങളിൽ നിന്ന് പൂർണ്ണമായി തെരുവുനായകളെ ഷെൽട്ടറിലേക്ക് മാറ്റണോ, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവിൽ ഒരു പരിഷ്കരണം സുപ്രീം കോടതി കൊണ്ടുവരുമോ എന്നതാണ് ഇനി കാണേണ്ടത്. റിജിത്ത്, ശരി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.